എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. മഴയില്ലാത്തൊരു ദിവസം ചെടികൾക്ക് ഞാൻ ചെയ്ത വളങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. എൻ്റെ മരമുല്ല പൂത്ത് നിൽക്കണ കണ്ടോ? ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലേ, പൂക്കൾ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ പറയണം. ഞാൻ DAP ഇട്ട് കൊടുത്തപ്പോഴാണ് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടായത്. അപ്പം നിങ്ങളും DAP ഇട്ട് കൊടുത്താൽ എല്ലാ ചെടികളിലും നല്ല പൂക്കൾ ഉണ്ടാവും കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇന്ന് മഴയില്ലാത്ത ദിവസമായിട്ട് കുറച്ച് മണ്ണൊക്കെ ഉണക്കാൻ വെച്ചു. കുറേ മണ്ണുകളൊക്കെ നനഞ്ഞ് കിടക്കായിരുന്നു. ആ മണ്ണൊക്കെ ഒന്ന് നല്ലോണം വെള്ളം വാർന്നു പോകാൻ വേണ്ടി പ്രേംചേട്ടൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചേനൻ്റെ അടുത്ത് കൂടെ അതുവഴിയും ഇതുവഴിയും ഒക്കെ പ്രേംചേട്ടൻ നടന്നു പോകുന്നുണ്ട്. ഷർട്ട് ഇടാത്തത് കൊണ്ട് വീഡിയോയ്ക്ക് മുന്നിൽ വരാത്തതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പ്രേംചേട്ടനോട് സംസാരിച്ചുകൊണ്ടാണ് ഓരോന്നൊക്കെ ചെയ്യണത്. കുറച്ച് എല്ലുപൊടി വേപ്പ് പിണ്ണാക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലുപൊടി കുറച്ച് ദിവസം വെച്ചാൽ പൂത്തു പോകും. അതുകൊണ്ട് അതിന് മുമ്പ് എല്ലാം ചെടികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി മഴ പെയ്യില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എവിടെ നിന്നോ ഏതോ ഒരു ചുഴലിക്കാറ്റ്, പേര് ഞാൻ മറന്നുപോയി, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ വളമിട്ട് പിറ്റേ ദിവസം നല്ല ഭീകരമായിട്ടുള്ള മഴയാണ്. ഇന്നലെ ചെയ്ത കാര്യമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോഴേക്കും ഇന്ന് ഭീകരമായിട്ടുള്ള മഴ വന്നു. കണ്ടോ ഈ ചെടി കണ്ടോ? നമ്മൾ നേരത്തെ കാണിച്ച പൂവ്, അത് എവിടെ വീണാലും അതിൻ്റെ വിത്ത് എല്ലാ ചെടി ചട്ടികളിലും മുളച്ചു വരും കേട്ടോ. പിന്നെ ആ ചെടിയെ നശിപ്പിച്ചുകൊണ്ട് ഈ ചെടി വളരെ വലുതായി വളർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കും. കാരണം ഇതിന് വിത്ത് നമ്മുടെ കണ്ണിൽ പോലും പെടില്ല. എല്ലാ സ്ഥലത്തേക്കും തെറിച്ച് വീഴും, നിലത്തും ചട്ടികളിലും ഒക്കെ വീഴും കേട്ടോ. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. അത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കണം. അല്ലെങ്കിൽ ആ നിൽക്കണ ചെടിയെ നശിപ്പിച്ചിട്ട് ഈ ചെടി വളർന്ന് വലുതായി വരും. ഒരു കളച്ചെടി പോലെയാണിത്. ടൊറേനിയം എന്നോ അങ്ങനെ എന്തൊക്കെയോ പേര് കേൾക്കാം. പക്ഷേ കാട്ടിൽ നിൽക്കുന്ന ഒരു ചെടി പോലെയാണിത് ഉള്ളത്. ഇതെല്ലായിടത്തും വളർന്ന് മറ്റേ ചെടികളെയൊക്കെ നശിപ്പിച്ച് കളയും. ഇപ്പം ഞാൻ കാണിച്ച ചെമ്പരത്തിപ്പൂ കണ്ടോ? എന്ത് വലിയ പൂവാണെന്നറിയോ? ഞാൻ DAP ഇട്ട് കൊടുത്തിട്ടാണ് ഇത്രയും വലിയ പൂ ഉണ്ടായിരിക്കണത് കേട്ടോ. ഇപ്പം എല്ലാ ചെമ്പരത്തിയിലും എല്ലാ ചെടികളിലും ധാരാളം പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. DAP ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ രാസവളങ്ങളും എന്താ പറയുക, ജൈവവളങ്ങളും അങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെടികൾക്ക് എന്നാൽ മാത്രമാണ് നന്നായിട്ട് അത് ഇഷ്ടപ്പെടുള്ളൂ. കുറച്ച് DAP ഇട്ട് കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവവളമോ അല്ലെങ്കിൽ വേപ്പൻ പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണ് ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആഴ്ചകളിൽ ജൈവവളം ഇടുന്നതിന് കുഴപ്പമില്ല. രാസവളം അങ്ങനെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇന്ന് മുഴുവനും നല്ല വെയിലാണ് കേട്ടോ. അതികഠിനമായ വെയിലാണ്. ആ വെയിലത്താണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്തരീക്ഷം അങ്ങനെ മാറി മാറി വരും. മനുഷ്യ മനസ്സുകൾ പോലെ അല്ലേ. മനുഷ്യന്മാർ ഇന്ന് ചിലപ്പോൾ ചിരിക്കുമ്പോൾ നാളെ കരയും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖമല്ലേ. ഈ കാണുന്ന പോലെയൊന്നും അല്ല ആൾക്കാർ. നമ്മൾ വിചാരിക്കും, യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അവർക്ക് എന്ത് സുഖമാണല്ലേ, അവരെന്ത് ചിരിച്ച് കളിച്ച് എല്ലാം ചെയ്യണു, എനിക്ക് മാത്രം സങ്കടം എന്ന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട്. നമ്മളങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല വശങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ മോശം വശങ്ങൾ മാത്രമായിരിക്കും. അതൊന്നുമല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നത്തെ സന്തോഷങ്ങൾ നാളെ ദുഃഖങ്ങളായിട്ട് മാറും, ഇന്നത്തെ ദുഃഖങ്ങൾ നാളെ സന്തോഷമായിട്ട് മാറും അല്ലേ. അയ്യോ ഇതെന്താ ചേച്ചി ഫിലോസഫി പറയണേന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് ഒരു തത്വമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നിങ്ങളെ ഓരോരോ ചെടികളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ എപ്പീഷ്യൽ പ്ലാന്റ് ഒക്കെയാണ് കാണിച്ചത്. എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പ്രേംചേട്ടനോടൊക്കെ പറയായിരുന്നു. പ്രേംചേട്ടൻ പറഞ്ഞു ഞാൻ ഇതിൽ കൂടെ വരണില്ല, എന്നെ ആരെങ്കിലും കാണും ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ ഇതിൻ്റെ ഇല എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണേ, വെൽവെറ്റ് പോലെ. കാര്യമായിട്ട് വളങ്ങളോ അങ്ങനെ ഒന്നും ചേർക്കാറില്ല. വെയിലധികം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യുക. അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർന്ന ചെടിയാണ്. അപ്പം അവിടെ കുറച്ച് കടലാസ് പൂ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പൂ കണ്ടോ, നമ്മുടെ സ്വപ്നലോകത്തിലെ സ്വപ്ന ഈ ചെടി കൊതിയായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ഉണ്ട്, അതിൽ ധാരാളം പൂക്കളും ഉണ്ടാവാറുണ്ട്. ഇപ്പം പൂക്കൾ കുറവാണ്. അതൊക്കെ ഒന്ന് മാറ്റി നടാറായിട്ടുണ്ട്. ഈ ചെടികളെന്ന് പറഞ്ഞാലുണ്ടല്ലോ അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അത് വളർത്തുക എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമേ അല്ല. അതിന് നല്ലോണം കെയർ ചെയ്യണം. കുട്ടികളെ നോക്കണ പോലെ നോക്കണം. എപ്പോഴും അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ ചെത്തിയിൽ ധാരാളം മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. DAP ആണ് ഇട്ട് കൊടുത്തത്. നിറച്ച് മുട്ടാണ് കേട്ടോ. നല്ല പല കളർ ചെത്തി എൻ്റെ അടുത്തുണ്ട്. എല്ലാത്തിലും ഇപ്പോൾ ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട്. ചില പുഴുക്കളുടെ ആക്രമണം കൊണ്ട് ചിലതൊക്കെ നശിപ്പിച്ച് അതിന് ശേഷം വെട്ടി ശരിയാക്കി നിർത്തിയേക്കാണ്. നമ്മൾ പുഴുക്കളെ ശ്രദ്ധിക്കണം, അതിന് വെള്ളം, വളം എന്തെല്ലാം ശ്രദ്ധിക്കണം. എന്തെല്ലാം കീടങ്ങളാണ്. ഇത് മൈസൂർ ജമന്തി നമ്മുടെ സാധാരണ നാടനാണ്. അതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ. കണ്ടോ ഈ ചെമ്പരത്തിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ 2ഉം 3ഉം ഒക്കെ പൂക്കൾ ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താണ് മക്കളെ പറയാ, ഇന്ന് അതിഭീകരമായ മഴയാണെങ്കിലും നല്ല ചൂടാണ്. അപ്പം ഞാനങ്ങനെ ചെടികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളോട് കുറച്ച് തത്വങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വിചാരിക്കും, പക്ഷെ നടക്കില്ല.
എല്ലാ ദുഃഖങ്ങളിലും ഒരു സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവാട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാനൊന്നും ഇപ്പം ഞാൻ പറയണില്ല, കാരണം ഷെയർ ചെയ്യാൻ പറ്റിയ അത്ര വലിയ വീഡിയോ ഒന്നും അല്ലത്. കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.